നമസ്കാരം. നമുക്കിത് കടച്ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പം കടച്ചക്ക സീസൺ എന്ന് തോന്നണല്ലേ ഇപ്പോൾ. അപ്പം വിഷു ഒക്കെ അല്ലേ, അപ്പോൾ കടച്ചക്ക മസാലക്കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കാറില്ലേ വിഷുവിൻ്റെ സദ്യക്കൊക്കെ. അപ്പോൾ നമുക്കിത് ഈ കടച്ചക്ക വെച്ചിട്ട് ഒരു മസാലക്കറി, ഒരു വറുത്തരച്ച കറി ഉണ്ടാക്കും. ഈ കടച്ചക്ക ഒരു നാടൻ കടച്ചക്ക എല്ലാം തോന്നുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കടച്ചക്ക ഒരു ഉരുണ്ട ഷേപ്പിലൊക്കെയാണ് കിട്ടാറ്. ഇതൊരു നീളൻ ഷേപ്പാണ്. അപ്പോൾ നമ്മുടെ ഇതെങ്ങനെയാണ് ടേസ്റ്റ് എന്ന് എനിക്കറിയില്ല. അപ്പം നമുക്കിത് വെച്ച് നോക്കാം. ചക്ക വറുത്തരച്ചിട്ടാണ് വെക്കുന്നത്. അപ്പം കുറച്ച് നാളികേരം വേണം, കുറച്ച് വെളുത്തുള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞത് വേണം, കറിവേപ്പില വേണം, അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും കുറച്ച് പെരിഞ്ജീരകവും എടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കൂടി നമുക്കൊന്ന് വറക്കണം. അപ്പോൾ കടച്ചക്ക നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ അതിൻ്റെ ഉള്ളിലുള്ളൊരു പാർട്ട് കളയണം. അത് കളഞ്ഞതിന് ശേഷം ഇതേപോലെ വലിയ കഷ്ണങ്ങളാക്കി നുറുക്കണം. വലിയ കഷ്ണങ്ങൾ ചാറ് കറി വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് വലിപ്പമുള്ള കഷ്ണങ്ങളാണ് നല്ലത്. അപ്പോൾ ഇതേപോലെ നുറുക്കിയെടുക്കാം. ചക്കയുടെ ഉള്ളിലത്തെ ഇങ്ങനെയുള്ളൊരു പാർട്ടുണ്ട്, അത് കളയണം. അതിനുശേഷം ഇതേപോലെ നുറുക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നാളികേരം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചട്ടി ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിനുശേഷം നാളികേരം അതിൽ ഈ വെളുത്തുള്ളി, കറിവേപ്പില, കുരുമുളക്, പെരിഞ്ജീരകം, ചെറിയ ഉള്ളി ഇതെല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ല പോലെ വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ നാളികേരമൊക്കെ മൂത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ നാളികേരം നമ്മളൊന്ന് മിക്സിയിലൊന്ന് ഒരു കറക്കിയിട്ട് ഇടുകയാണെങ്കിൽ ഇത് എല്ലാതും ഒരേപോലെ ഇങ്ങനെ വറുത്ത് കിട്ടും, നല്ല ഒരേ കളറായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെള്ളയായിട്ട് ഇങ്ങനെ കിടക്കില്ല ചില. ഇതിപ്പോൾ ഞാനിങ്ങനെ ചെരുകി എടുത്ത കാരണം അങ്ങനെ കുറച്ചിങ്ങനെ ബ്രൗൺ ആവാണ്ട് കിടക്കുന്നു. അപ്പോൾ ഈ നാളികേരം ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം മഞ്ഞൾ, മല്ലി, മുളക് നമ്മൾ എടുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പച്ചമണം പോകുന്നവരെ നന്നായിട്ട് ഇളക്കാം. ഇപ്പം നല്ല മൂത്ത മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് മിക്സിയിൽ അരച്ചെടുക്കണം. ഇതിലേക്ക് സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയ ഉള്ളി അരിഞ്ഞത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി, സവാള, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു കടച്ചക്ക എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു ചെറിയ സവാളയും ഒരു തക്കാളിയും എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് വാട്ടിയെടുക്കണം. തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടച്ചക്ക ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി വറുത്തരച്ച നമ്മുടെ മസാലയും അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അരച്ച വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് വേവിച്ചെടുക്കാം. കുക്കറിൽ വേവിക്കണമെങ്കിൽ ഒരു വിസിൽ കുക്കറിൽ അടിച്ചാൽ നമുക്കിത് വേഗം വെന്ത് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വേവിക്കണമെങ്കിൽ മൂടിയിട്ടിട്ട് വേവിച്ചാൽ മതി. അപ്പം നമ്മുടെ കടച്ചക്കയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇലയിലൊക്കെ വിളമ്പാനാണെങ്കിൽ കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചാറ് വേണമെന്നുണ്ടെങ്കിൽ ചാറോട് കൂടി തന്നെ എടുക്കാം കേട്ടോ. ഈ കടച്ചക്ക മസാലക്കറി എല്ലാവരും വറുത്തരച്ച കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം വിഷുവിന് സദ്യക്ക് ഇലയിൽ വിളമ്പാൻ ഈ ഒരു കറി വെച്ച് നോക്കാം. താങ്ക് യു.